നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിത മൂല്യങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന നമുക്ക് ജീവിതമാകുന്ന സാഗരത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വളരെ വിലയേറിയ വജ്രങ്ങളും രത്നങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നതും അതാണ്. നമ്മുടെ ആന്തരികമായ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് കിട്ടുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും ജീവിതമാകുന്ന സാഗരത്തിൻ്റെ ഓളപ്പരപ്പുകളിൽ മാത്രം നിൽക്കാൻ താല്പര്യം കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് ശക്തിഹീനത അനുഭവപ്പെടുന്നത്. സാഗരത്തിൽ വിലപ്പെട്ടതെല്ലാം സാഗരത്തിൻ്റെ അടിയിലാണുള്ളത്. അടിയിലേക്ക് ആഴങ്ങളിലേക്ക് പോകാനുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ജീവിതം മൂല്യമുള്ളതായി മാറും. ആ യാത്രയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള ചിന്ത വരുമ്പോൾ തന്നെ ജീവിതത്തെ ശുദ്ധമാക്കുന്നതിൻ്റെ ആദ്യത്തെ ചുവട് തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം. ജീവിതത്തെ ശുദ്ധമാക്കാൻ എത്രയോ മാർഗങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചർച്ചയും അതിനെക്കുറിച്ച് തന്നെ ആകട്ടെ. ഭക്തി എന്നാൽ എന്താണ്? ജ്ഞാനം എന്നാൽ എന്താണ്? മൂല്യങ്ങളുമായി ഇവയ്ക്കുള്ള ബന്ധം എന്താണ്? നമ്മൾ ഏത് പാതയാണ് പിന്തുടരേണ്ടത്? എവിടെയാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്? ഭക്തിയും ജ്ഞാനവും മൂല്യങ്ങളും തമ്മിലുള്ള ഈ ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ വീണ്ടും നമ്മുടെ കൂടെയുണ്ട് ബ്രഹ്മകുമാരീസ് കോട്ടയം, കൊല്ലം, ഇടുക്കി കേന്ദ്രങ്ങളിലെ ചുമതല വഹിക്കുന്ന ആദരണീയ രാജയോഗിനി ബ്രഹ്മകുമാരി പങ്കജ് സിസ്റ്റർ. സിസ്റ്റർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഓം ശാന്തി. നമ്മൾ മൂല്യങ്ങളെക്കുറിച്ചുള്ള യാത്രയിൽ, ചർച്ചയിൽ വളരെയധികം മുന്നേറി കഴിഞ്ഞു. ഭക്തി പല രീതിയിൽ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. ജ്ഞാനം വേണം, ജ്ഞാനം ആർജിക്കലാണ് മനുഷ്യൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. ജീവിതം മൂല്യവാനായി ജീവിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്. നമ്മൾ ഇതിനെ എങ്ങനെ ബന്ധപ്പെടുത്തും? എവിടെ നിന്ന് നമുക്ക് തുടങ്ങണം? എവിടെ എത്തിച്ചേരണം? എങ്ങനെ മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകണം? ഭക്തി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്നേഹം എന്നാണ്. ഈശ്വരനോടുള്ള കറകളഞ്ഞ നിസ്വാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. ഒരു വ്യക്തിയുടെ മൂല്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് ആ വ്യക്തിയോട് സ്നേഹം ഉണ്ടാവുന്നത്. അവർ ഈശ്വരൻ എത്ര മഹാനാണ്, എത്ര ഗ്രേറ്റാണ്, എത്ര ഗുണവാനാണ് എന്ന് നമ്മൾ അറിയും തോറും നമുക്ക് ദൈവവുമായിട്ടുള്ള അടുപ്പം കൂടും. അകമഴിഞ്ഞ എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തെ ഓർമ്മിക്കലല്ല, ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ദൈവത്തിനെ നാച്ചുറലി ഓർമ്മിക്കുന്നതിൻ്റെ പേരാണ് ഭക്തി. അപ്പോൾ ഈ ഭക്തി ചെയ്യുന്നതും ഈശ്വരനെ അറിയാനുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അതിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, കാരണം ഭക്തി ധാരാളം ഇന്ന് ഭക്തിയുടെ വർധനവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആധിക്യം കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം സമൂഹത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കാണുന്നില്ല. ഇപ്പോൾ പഴയ ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്യുന്നു, വളരെ കാര്യമായിട്ട്. മുമ്പില്ലാതെ കിടന്നിരുന്ന ഉത്സവങ്ങളിപ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ഇതൊക്കെ പുതിയ അമ്പലങ്ങൾ ഉണ്ടാക്കുന്നു പലരും. പക്ഷെ എന്നാലും സമൂഹത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ എന്തുകൊണ്ട് കാണുന്നില്ല? അതാണ് ഭക്തി വെറും ഉപരിപ്ലവമാകുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായിട്ട് രീതിയിലുള്ള നേട്ടം കിട്ടാത്തത്. അതുകൊണ്ട് ഈശ്വരനെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പം ഈശ്വരൻ്റെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പം, മൂല്യങ്ങൾ ഉണ്ടാകുമ്പം ജീവിതത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. ഇന്ന് ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു അടിമത്വം പോലെയാണ്. ദൈവം വലിയ ആളാണെന്നും ഞാൻ ആ ദൈവവും നമ്മളും തമ്മിലുള്ള സ്വാഭിമാനം വേണം. എൻ്റെ അച്ഛനും അമ്മയും, ഈശ്വരൻ ത്വമേവ മാതാശ്ച പിതാ ത്വമേവ എന്നല്ലേ പറയാം. എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ സഖിയാണ്, എൻ്റെ സർവസ്വമാണ്. ആ ബന്ധം വരുമ്പം, ആ വിധേയത്വത്തിന്, വെറും അടിമത്വത്തിന് പകരം ആ ബന്ധം ഉണ്ടായിക്കഴിയുമ്പം ദൈവത്തിൻ്റെ മൂല്യങ്ങൾ നമ്മളുണ്ടാവും. നമുക്കൊരു നല്ല ആന്തരികമായിട്ടുള്ള ശക്തി ഉണ്ടാവും. സംസാര സാഗരം എന്നാ പറയാം. സമുദ്രത്തിൽ എപ്പോഴും അലകളുണ്ടാവും. ഒരല പോണ മുമ്പായിട്ട് അടുത്ത അല ചാടിക്കയറി വരും, അത് പോകുമ്പോഴേക്കും മൂന്നാമത്തെ ചാടിക്കയറി വരും. ജീവിതത്തിലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ അനേക ജന്മങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ജീവിതം. അനേക ആൾക്കാരുമായിട്ട് കൊടുക്കലും വാങ്ങലൊക്കെ നടന്നിട്ടുണ്ട്. അവരാണ് നമ്മുടെ കൂടെയുള്ളവർ. ഈ കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്തവർ തമ്മിലുള്ള ബന്ധം എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇത്രയും സംഘർഷം നിറഞ്ഞ, പ്രത്യേകിച്ച് കലികാലത്തിൽ ഇത്ര അധർമ്മം, അഴിമതിയും അക്രമവും അനീതിയും അങ്ങേറ്റം നിൽക്കുന്ന വെറും സ്വാർത്ഥതയാണ് യഥാ രാജാ റാണി തഥാ പ്രജ എന്ന് പറഞ്ഞവരെല്ലാവർക്കും. അപ്പോൾ ഇവരുടെ ഇടയിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഈശ്വരനെ മുറുകെ പിടിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഈശ്വര വിശ്വാസം അനിവാര്യമാണ്.
സമുദ്രത്തിൽ വെറും തിരമാല മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് സുനാമിയും വരും, ഇടയ്ക്കിടയ്ക്ക് ചുഴലിക്കാറ്റും ഒക്കെ വരും. ഒരു നമ്മളെ ശരിക്കും പിടിച്ച് കുലുക്കുന്ന ചില സംഭവങ്ങൾ വരും. ആ സംഭവങ്ങളിൽ പെട്ടിട്ട് നമ്മൾ ആത്മവിശ്വാസം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ചൊന്നുകിൽ മനോരോഗിയായിട്ട് മാറും, അല്ലെങ്കിൽ ചിന്തിച്ച് ഭ്രാന്തായിട്ട് മാറും, അല്ലെങ്കിൽ വല്ലവരും പോയിട്ട് വല്ല ഡ്രഗ്സിന് അഡിക്റ്റ് ആവും, അല്ലെങ്കിൽ പോയി ആത്മഹത്യ ചെയ്യും. ഇങ്ങനത്തെ അപകടം അവർക്കും നഷ്ടമാണ്, അവരെ സ്നേഹിക്കുന്നവർക്കും തീരാത്ത ദുഃഖമാണ്. ഈ അപകടമൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആ പരമമായിട്ടുള്ള ആ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ പരമമായിട്ടുള്ള ശക്തിയുമായിട്ട് ബന്ധം ഉണ്ടാക്കുകയും ആ ഈശ്വരനുണ്ട് എന്നെ രക്ഷിക്കാൻ, ഒരു വലിയ ശക്തിയുടെ സമ്പൂർണ്ണ സംരക്ഷണയിലാണ് ഞാൻ. കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞാന്ന് പറയും. അപ്പോൾ ഈശ്വരൻ ഞാൻ വെറുതെ കിട്ടിയ കുട്ടിയാണ്. എനിക്ക് എന്നോട് എത്ര താല്പര്യമുണ്ട്, അതിൽ പരം താല്പര്യം ഭഗവാൻ എന്നോടുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പം എത്ര വലിയ സുനാമി വന്നാലും കുലുങ്ങാതെ തളരാതെ മനോരോഗിയായിട്ട് മാറാണ്ട്, അല്ലെങ്കിൽ വല്ല മദ്യപാനത്തിനും വല്ല അഡിക്ഷനും പെട്ടുപോകാണ്ട്, ആത്മഹത്യയിലെ ജീവിതം അവസാനിപ്പിക്കാതെ മുന്നോട്ട് പോകാനുള്ള ആന്തരിക ബലം നമുക്ക് ഈ ഈശ്വര വിശ്വാസത്തിലൂടെ ലഭിക്കും. അതുകൊണ്ടാണ് പണ്ടുകാലം മുതൽക്കേ ആൾക്കാർ ഈശ്വരനെ അന്വേഷിക്കാൻ തുടങ്ങിയത്. പല രീതിയിലും പല മാർഗത്തിലും പല മതങ്ങളൊക്കെ ഉള്ളത് ഈ ഉദ്ദേശം വെച്ചാൽ മനുഷ്യന് നമ്മുടെ സാമർത്ഥ്യം കൊണ്ട് മാത്രം എവിടെ എത്താൻ പറ്റില്ല. ജീവിതത്തിൽ വിജയിക്കുന്നതിന് ഈശ്വര അനുഗ്രഹം അനിവാര്യമാണ്, കൂടിയേ തീരൂ എന്ന് അന്ന് കാലത്തെ ആൾക്കാർ മനസ്സിലാക്കി. ഈ ജന്മത്തിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം വേണം. ജന്മാന്തരങ്ങൾ നമ്മൾ ചെയ്ത ആ സഞ്ചിത പാപങ്ങൾ തീർക്കണമെങ്കിലും പറയും നമഃ ശിവായ പാർവതീശ പാപനാശന ഹരേ എന്ന് പറയാം. ശിവനെ ഹരൻ എന്ന് പറയുന്നത് പാപങ്ങളെ ഹരിക്കുന്നവനാണ്, നശിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് ജന്മാന്തരത്തെ പാപങ്ങൾ നശിക്കണമെങ്കിലും ഈശ്വര വിശ്വാസം അനിവാര്യമാണ്. മരിച്ചതിന് ശേഷം മുക്തി വേണോ, മോക്ഷം വേണോ, ജീവൻ മുക്തി വേണോ, എന്തു വേണോ ഈശ്വരനെ തരാൻ സാധിക്കുള്ളൂ. ആരാണോ താൻ തന്നെ ജന്മമരണ ചക്രത്തിൽപ്പെട്ട് കറങ്ങുന്നത്, അവർ നമുക്കെങ്ങനെ മുക്തി തരാൻ പറ്റും, മോക്ഷം തരാൻ പറ്റും? ഒരാളെ കയ്യും കാലും കെട്ടിയിട്ട് നടുക്കടലിലിട്ടിരിക്കുക, ഇനിയൊരു കയ്യും കാലും കെട്ടി നടുക്കടലിൽ വീടിരിക്കുന്ന ഒരാൾ ഇയാളെങ്ങനെ രക്ഷിക്കാൻ പറ്റും? നമ്മളെല്ലാവരും പരസ്പരം ജന്മമരണ ബന്ധനത്തിൽ പെട്ടുകിടക്കുകയാണ്, കർമ്മബന്ധനത്തിൽ പെട്ടുകിടക്കുകയാണ്. അപ്പോൾ ഈശ്വരന് ഈ കർമ്മബന്ധനങ്ങളിൽ ഒരിക്കലും വരാത്ത അമരൻ, അജന്മ എന്നൊക്കെ പറയുന്ന ഒരിക്കലും ജനിക്കാത്ത മരിക്കാത്ത ആ പരമ്പൊരുളിന് മാത്രമേ നമ്മളെ ഇന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ. അവിടെ നമ്മുടെ ത്രികാലങ്ങളിലും ഈശ്വരൻ അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. ജന്മജന്മാന്തരത്തെ പാപങ്ങൾ ഭസ്മാവാനും ഈ ജന്മത്തെ നമുക്ക് തട്ടാതെ മുട്ടാതെ നമ്മുടെ ജീവിതമാകുന്ന നൗകം ഏതെങ്കിലും പാറക്കുട്ടിയത്ത് തട്ടാതെ, അതായത് ഏതെങ്കിലും സുനാമി പെട്ടു പോകാതെ വല്ല തിമിംഗലത്തിൻ്റെയോ കടൽ ജീവികളുടെയോ കടൽ കൊള്ളക്കാരുടെയോ ഒക്കെ പിടിയിൽ പെടാണ്ട് വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഈശ്വരനെ അറിയേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ മരിച്ചതിന് ശേഷം മുക്തി വേണോ, മോക്ഷം വേണോ, ഇനി എന്തെങ്കിലും മരിച്ചതിന് ശേഷം എന്താണെന്നുണ്ടല്ലോ, അവിടെ എത്തണമെങ്കിലും പരമാത്മാനുഗ്രഹം നമുക്ക് അനിവാര്യമാണ്. ചെറിയ ഈശ്വരനെ അറിയുക, ഈശ്വരൻ്റെ ഇച്ഛാനുസരണം നടക്കുക, ഇതെല്ലാം ശരി. പക്ഷേ നമ്മൾ ഭക്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എത്രയോ കാര്യങ്ങൾ ഭക്തി എന്ന പേരിൽ നമ്മൾ ചെയ്യുന്നു. ഒരുപാട് ചടങ്ങുകൾ ചെയ്യുന്നു, ഒരുപാട് ആചാരങ്ങൾ. നവവിധ ഭക്തി ഉണ്ട് എന്നാണ് പറയാറ്. ആദ്യത്തെ സ്റ്റെപ്പാണ് ഭക്തിയുടെ ബേസ് തുടങ്ങുന്നത് തന്നെ ശ്രവണം. ഈശ്വരൻ്റെ മഹിമയും ഗുണങ്ങളും ശക്തികളും മഹത്വവും ഇതൊക്കെ കേൾക്കുന്തോറും നമ്മുടെ ഉള്ളിൽ നിന്ന് അർച്ചനം ഉണ്ടാകും. അടുത്ത സ്റ്റെപ്പാണ് കീർത്തനം. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ ഏകാഗ്രത ഓർമ്മിക്കാനായിട്ട് ഭഗവാന്റെ ഗുണങ്ങൾ കീർത്തിക്കുക എന്നർത്ഥം, കീർത്തനം. അടുത്ത സ്റ്റെപ്പാണ് ആ കീർത്തിച്ചതൊക്കെ നമ്മുടെ ഉള്ളിൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം ഓരോ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തും. ശ്രവണത്തിൽ തുടങ്ങിയാൽ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തും. മനനം നടക്കും. മനനം ചെയ്യും തോറും അടുത്ത സ്റ്റെപ്പാണ് പാദസേവനം. പിന്നെ അത് സൂക്ഷ്മത്തിലേക്ക് വരാൻ തുടങ്ങി. ഉള്ളുന്ന ആ വിനയവും ആ ശ്രേഷ്ഠ ഭാവനയും ഭഗവാനോടുള്ള വിധേയത്വവും ഭാവനയും വരികയാണ്. അപ്പം അറിഞ്ഞുകൊണ്ടുള്ള ഈശ്വരൻ എത്ര വലിയ ആളാണ്, എത്ര സ്നേഹവും കരുതലും നമ്മളോട് ഓരോരുത്തരുണ്ട്, എത്ര ഭംഗിയായിട്ട് ഈ പ്രപഞ്ചത്തെ പരിപാലിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പാദസേവനം വരികയാണ്. അടുത്ത സ്റ്റെപ്പാണ് സഖ്യം. ദൈവമായിട്ട് നമുക്ക് ആ ബന്ധം ഉണ്ടാവുകയാണ്. നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങോട്ടും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇങ്ങോട്ടും കിട്ടുമ്പോഴാണല്ലോ നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവുക. സഖ്യം. അടുത്ത സ്റ്റെപ്പാണ് ദാസ്യം. ഭഗവാന്റെ ആ മഹത്വം മനസ്സിലാക്കിയിട്ട് ഈശ്വരൻ എത്ര ഗ്രേറ്റാന്ന് അറിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരു വിനയം, അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ഭാവമാണല്ലോ ആരംഭത്തിൽ ഭക്തിയിൽ ഞാൻ എന്നുള്ള ഭാവം വരാൻ ചാൻസ് ഉണ്ട്. സോ അടുത്ത സ്റ്റെപ്പാണ് ആ ദാസ്യം, വിനയം വരിക. ഇങ്ങനെ സൂക്ഷ്മത്തിലേക്ക് പോകാനുള്ള സ്റ്റെപ്സാണ് ഈ നവവിധ ഭക്തി. പക്ഷേ എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഇത്രയൊക്കെ നമ്മൾ ഈ ഭക്തി രീതിയിൽ നമ്മൾ ചെയ്യുന്നു, എന്നിട്ടും അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പലരും
ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് കാണുമ്പോൾ ഈ പണ്ടത്തെ പോലെ രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥനയും ഇതൊക്കെ ഇന്നിപ്പോൾ പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായി വരും. എന്തുകൊണ്ട് അപ്രത്യക്ഷമാകുമെന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് ഇതൊക്കെ വെറും ചടങ്ങുകളാണ്. എന്തുകൊണ്ടത് ചടങ്ങുകളായി പോകുന്നു? നമ്മൾ ചെയ്യുന്ന ആചാരങ്ങൾക്ക്, ഇപ്പോൾ അത് വിളക്ക് കൊളുത്തുന്നത് മുതൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു, അത് ആ മൂല്യത്തിലേക്ക് പലപ്പോഴും വരുന്നില്ല. അതെന്തുകൊണ്ടാണ് കാണുന്നത്? ഒന്ന് നമുക്കതിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ടുള്ള ആചാര്യന്മാരില്ല. നമ്മൾ നമ്മുടെ മുതിർന്നവർ ഇങ്ങനെ ചെയ്തു, അപ്പം നമ്മളിങ്ങനെ ചെയ്യണു എന്നിട്ട് നമ്മൾ വെറും ആചാരമാക്കി മാറ്റി അതിനെ. രണ്ടാമത് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് വളരെ ആത്മാർത്ഥമായിട്ട്, നമുക്ക് പല ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് ഈശ്വര വിചാരം. അങ്ങനെയൊക്കെ മാറ്റി നമുക്ക് സത്യത്തിൽ ഇഷ്ടം ഈ ഭൗതികമായിട്ടുള്ളതിനോടാണ്, സത്യത്തിൽ ദൈവത്തിനോടല്ല സ്നേഹം. അതുകൊണ്ടാണ് മാറ്റം വരാത്തത്. യഥാർത്ഥ സ്നേഹം ദൈവത്തിനോടാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം വരും. ഗുരുവായൂർ കോടിയർച്ചന നടക്കായിരുന്നു. അപ്പോൾ പൂന്താനം പറഞ്ഞു, കോടിയർച്ചനയിൽ പത്മനാഭോ മരപ്രഭോ എന്ന് പറഞ്ഞു. മരപ്രഭോ എന്നുള്ള അത് തെറ്റാണ്. അർച്ചനയിൽ സഹസ്രനാമത്തിൽ വരുന്നുണ്ടല്ലോ പത്മനാഭോ അമരപ്രഭോ എന്നാണ് പറയേണ്ടത്. അതിന് സംസ്കൃതം അറിയാത്ത കാരണം അദ്ദേഹം പത്മനാഭോ മരപ്രഭോ എന്ന് പറഞ്ഞു. മരപ്രഭോ എന്ന് വെച്ചാൽ ഒന്നുകിൽ മരങ്ങളുടെ പ്രഭു എന്നർത്ഥം, അല്ലെങ്കിൽ മരം കൊണ്ടുണ്ടാക്കിയ പ്രഭു എന്നർത്ഥം. രണ്ടും തെറ്റാണ്. അപ്പോൾ അത് കേട്ടിട്ട് ഭട്ടതിരിക്ക് വളരെ ദേഷ്യം വന്നു. എല്ലാവരെയും മുമ്പിൽ വെച്ചിട്ട് വഴക്ക് പറഞ്ഞു. ഇങ്ങനെ ഉദരനിമിത്തം ബഹുവിധ വേഷം എന്നല്ല, അതുപോലെയാണ് പൂന്താനം എന്നുള്ള രീതിയിൽ വഴക്ക് പറഞ്ഞു. അപ്പോൾ ആശ്ചര്യമായിട്ട് അവിടെ ഒരു ശബ്ദം മുഴങ്ങി, എനിക്ക് പൂന്താനത്തിൻ്റെ ഭക്തിയാണ് ഭട്ടതിരിയുടെ വിഭക്തിയേക്കാൾ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം നോക്കുന്നത് ഈ പുറമേയുള്ള പാണ്ഡിത്യമല്ല, സത്യമായിട്ടുള്ള അകത്തു നിന്നുള്ള ആ സ്നേഹമാണ്. അപ്പോൾ പൂന്താനത്തിൻ്റെ സ്നേഹം നിഷ്കളങ്കമായിട്ടുള്ള സത്യമായിട്ടുള്ള കറകളഞ്ഞ സ്നേഹമായിരുന്നു ഈശ്വരനോട്. നമ്മളോട് ചോദിക്കുക, സത്യമായിട്ട് അങ്ങനത്തെ സ്നേഹമാണ് എൻ്റെ സ്നേഹം? ഹൃദയം കൊണ്ടാണ് നമ്മൾ ഈശ്വരനെ സ്നേഹിക്കുന്നത്, ബുദ്ധി കൊണ്ടാണ് സ്നേഹിക്കുന്നത്, കാര്യം കാണാൻ വേണ്ടിയാണ്? അങ്ങനത്തെ സ്നേഹമാണ് മെജോറിറ്റി ആൾക്കാർ. അതുകൊണ്ടാണ് സമൂഹത്തിൽ വലിയ മാറ്റം വരാൻ. കാരണം ഈ ഒരു കാര്യം ഇത് വളരെ നമ്മുടെ യഥാർത്ഥ സ്നേഹം, നമ്മൾ ഭക്തി ചെയ്യുന്നത് അല്ലെങ്കിൽ ഭക്തിയുടെ ഓരോ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതും ഇതിന് എന്താണ് എനിക്ക് റിസൾട്ടായിട്ട് കിട്ടുക, അല്ലെ? ഫോക്കസ് അപ്പോഴും വേറെ ചില കാര്യങ്ങളിലാണ്. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ ചെയ്യുന്നു, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്താണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥന എന്നുള്ള വേർഡിൻ്റെ പ്രെയർ, പി സ്റ്റാൻഡ് ഫോർ പ്രൈസ് ദ ഗോഡ് എന്നാണ്. പ്രാർത്ഥിക്കുക, അർത്ഥിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ നമ്മൾ ഏത് ഗുണമാണോ പാടുന്നത്, ഒരു സ്പിരിച്വൽ ലോ ആണ്. ദൈവത്തിൻ്റെ ഏത് മഹിമ നമ്മൾ പാടുന്നതോ നമ്മുടേതായി തീരും. അപ്പോൾ നമ്മൾ അർത്ഥിക്കേണ്ടത് ആ ഗുണങ്ങളാണ്, മൂല്യങ്ങളാണ്. പറയണ്ടേ, വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്, വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്, വെൻ ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. ഇന്ന് ആൾക്കാർ തിരിച്ചാണ് വിചാരിക്കുന്നത്, വെൻ ക്യാരക്ടർ ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്, ആൻഡ് വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്ന് വിചാരിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ്. നമ്മൾ അങ്ങനെ വിചാരിച്ചാലൊന്നും നുണ സത്യമാവില്ല, സത്യം നുണയാവില്ല. സോ ക്യാരക്ടർ കിട്ടിയാൽ എല്ലാം കിട്ടും. അതുകൊണ്ട് ദൈവത്തിനോട് ചോദിക്കേണ്ട ആ ക്യാരക്ടറാണ്. അതുകൊണ്ട് അതാണ് അർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയിൽ അർത്ഥിക്കേണ്ടത് ആ ക്യാരക്ടറാണ്. ഈ പ്രാർത്ഥനയിൽ മുഴുവൻ എന്താ, ഈശ്വരൻ്റെ മഹിമയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ സഹസ്രനാമത്തിലും കീർത്തനങ്ങളിലും ഇതിലെല്ലാറ്റിലും എന്താ ഉള്ളത്? ഭഗവാന്റെ മഹിമകളാണ്. വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളൊക്കെ ഈ മഹിമകളാണ് പാടുന്നത്. അതൊക്കെ വായിക്കുന്നത് ആ മഹിമകളെ നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആരുടെ സന്താനം ഞാൻ? എൻ്റെ ക്രിയേറ്റർ, എൻ്റെ രചയിതാവ്, ആ പരമാത്മ എത്ര ഗ്രേറ്റാണ്, എത്ര വലിയ ആളാണ്. ഈ മൂല്യങ്ങളുള്ള ഈ ഭഗവാന്റെ രചനയാണ് ഞാൻ. അപ്പം ഞാനും അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ പറയും, ഈശ്വര ഞാൻ ഞങ്ങളുടെ ദാസനാണ് എന്ന് പറയും. പക്ഷെ പകൽ മുഴുവൻ നമ്മളെ ഒന്ന് മാറി നിന്ന് നോക്കിയാൽ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ ദാസനാണ്, വിഷയവികാരങ്ങളുടെ ദാസനാണ്. ഒരാൾക്ക് ദേഷ്യപ്പെട്ടാൽ നമുക്കും ദേഷ്യം വരും. ഒരാൾ പൊങ്ങച്ചം പറഞ്ഞാൽ നമ്മൾ അതിനപ്പുറത്തെ പൊങ്ങച്ചം പറയും. ഒരാൾ നമ്മളെ കുറ്റം പറഞ്ഞാൽ നമുക്ക് സങ്കടം, ഡിപ്രഷൻ വരും. സോ നമ്മൾ ഇതിൻ്റെയൊക്കെ ദാസന, പുറമേളൻ്റെ ദാസന. ഒരു ഭാഗത്ത് നമ്മൾ പറയും ഓം നമ ശിവായ, ഞാൻ ശിവനെ, ആത്മാവായ ഞാൻ ശിവനെ നമിക്കുന്നു. മറുഭാഗത്ത് നമ്മൾ നമിക്കുന്നത് ഈ ദേഷ്യപ്പെട്ട ആളോട് നമ്മൾ നമിച്ച ആളുടെ ദേഷ്യത്തിനകത്ത് കയറ്റി വെച്ചു. ഈ പൊങ്ങച്ചം പറഞ്ഞ ആളുടെ മുമ്പിൽ നമിച്ചിട്ട് ആ പൊങ്ങച്ചത്തെ അകത്ത് കയറ്റി വെച്ചു. ഈ കുറ്റം പറഞ്ഞ് ആ കുറ്റത്തിൻ്റെ നമിച്ചിട്ട് ആ കുറ്റത്തെ അകത്ത് കയറ്റി വെച്ചു. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നമിക്കുന്നത് ഈ ദുർവാസനകളെയും ദുർവികാരങ്ങളെയും ഇന്ദ്രിയങ്ങളുടെ ദാസനാണ്, ഭൗതിക വിഷയങ്ങളുടെ ദാസനാണ്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈശ്വരൻ്റെ ദാസനാണോ എന്ന് നോക്കണം. നമ്മൾ പറയും ത്വമേവ മാതാശ്ച പിതാ ത്വമേവ, അച്ഛനും അമ്മ എത്ര ഗ്രേറ്റാണ് ഈശ്വരൻ. അപ്പോൾ ആ അച്ഛനും അമ്മയുടെയും സന്താനമായിട്ടുള്ള ഞാനും അങ്ങനെ ഉണ്ടാവണം എന്ന് മനസ്സിലാക്കുന്നതാണ് പ്രാർത്ഥന. ജീവിതം മുഴുവനും പൂജ ചെയ്തുകൊണ്ടിരിക്കുകയല്ല, നമ്മളും പൂജിക്കത്തക്ക സ്റ്റേജിലേക്ക് ഉയരണം. മരിച്ചതിന് ശേഷം ദേവപദം എന്ന് പറയാം. മരിച്ചതിന് ശേഷം ആ ദേവത എന്നുള്ള പദവിയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. ഇവിടെ ജീവിക്കേണ്ട രീതിയിൽ മര്യാദയ്ക്ക് ജീവിച്ചാൽ ജീവിതത്തിനൊരു അർത്ഥവും ഒരു ലക്ഷ്യമൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി തരുന്നതിന് പേരാണ് ഭക്തി. അതിനാണ് ഈശ്വരൻ. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ മരിച്ചതിന് ശേഷം നമുക്ക് ദേവന്മാരുടെ അടുത്തേക്ക് പോകാൻ പറ്റും.
അതല്ലാണ്ട് വെറും ഭൗതിക സുഖ ആസക്തിക്കും ഇച്ഛകൾക്ക് അടിമയായിട്ട് ജീവിക്കുകയാണെങ്കിൽ മരിച്ചതിന് ശേഷം നരകത്തിലേ പോകുള്ളൂ. അതുകൊണ്ട് എപ്പോഴും പൂജ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ പൂജിക്കത്തക്ക സ്റ്റേജിലേക്ക് ഉയരത്തക്ക അളവിന് നമ്മൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെയാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനം അല്ലേ. കാരണം ഇപ്പോൾ ഭക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ലെവലിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. അപ്പോൾ ആ മാറ്റം എങ്ങനെയാണ് നടക്കുന്നത്? ഈ ഭക്തിയിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മൾ അറിവിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ നേരത്തെ ചോദിച്ചായിരുന്നല്ലോ, അതുപോലെ ആ സൂക്ഷ്മത്തിലേക്ക് പോകണം. ഇപ്പോൾ വിളക്ക് കൊളുത്തുന്നുണ്ട്. വിളക്കിനകത്ത് എന്താ, ഇങ്ങനെ സന്ധ്യയ്ക്ക് ഇരുട്ടും മുമ്പ് നമ്മൾ വിളക്ക് കൊളുത്തി വയ്ക്കും. അപ്പോൾ അകത്ത് ഇരുട്ട് വരുന്ന മുമ്പ് തന്നെ അകത്ത് ഒരു വിളക്കുണ്ട്, ആ വിളക്ക് കൊളുത്തണം. ആത്മാന്നുള്ള ആ ഓർമ്മയിലേക്ക്, ആ സ്മൃതിയിലേക്ക് വരണം. ഈ ദേഹത്തെ കാണുമ്പോഴാണ് ദേഷ്യം വരുന്നത്. ഇത്ര കൊച്ചു പയ്യൻ ഞാൻ പറയുന്നത് കേൾക്കാത്തത്. സോ വലിയ ദേഹമുള്ള ആൾ പറയുന്നത് ചെറിയ ദേഹമുള്ള ആൾ കേൾക്കണം. ഈ ബോഡി കോൺഷ്യസ് ദേഹബോധമാണ് എല്ലാ ദുർവികാരങ്ങളുടെയും വേര്. ശരീരത്തെ നോക്കിയിട്ടാണ് ഞാൻ വലുത് ചെറുത്. അതെ. അതേപോലെ ദേഹത്തെ കാണുമ്പോഴാണ് കാമവികാരം ഉണ്ടാവുന്നത്, അഹങ്കാരം ഉണ്ടാവുന്നത്. ഇന്നതൊക്കെ ഞാൻ ഇയാളെക്കാൾ വലുതാണ്. അപ്പോൾ അഹങ്കാരം. നമ്മളെക്കാൾ വലിയൊരു മുമ്പിൽ പോകുമ്പോൾ ഡിപ്രഷൻ, അവരെന്നേക്കാൾ വലുത്, എനിക്കൊന്നുമില്ല. അതുപോലെ തന്നെ ഈ പദവിയിൽ വരുന്ന വ്യത്യാസം, അതൊക്കെ ദേഹബോധമാണ്. അതുകൊണ്ട് ഭക്തിയുടെ അസ്ഥിവാരം തന്നെ ആത്മബോധമാണ്. എന്നുവെച്ചാൽ ദൈവം ഈ ദേഹത്തിൻ്റെ ആരുമല്ല. ദേഹത്തിൻ്റെ ആയാലും അച്ഛനും അമ്മയൊക്കെ വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ ത്വമേവ മാതാശ്ച പിതാ ത്വമേവ എന്ന് വിളിച്ചില്ലേ, അപ്പോൾ അത് ആരുടെ മാതാശ്ച പിതാണ്? ആത്മാവിൻ്റെയാണ്. അതുകൊണ്ട് തന്നെത്താൻ അറിഞ്ഞിട്ട് വേണം പിന്നെ ഈശ്വരനെ അറിയാൻ എന്ന് ആചാര്യന്മാർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യനാണ്, ഞാൻ മുസ്ലിമാണ്, ഇതൊക്കെ ദേഹത്തിൻ്റെ ധർമ്മമാണ്. അതാണ് ഗീത സർവ്വധർമാനു പരിത്യജ്യ. ധർമ്മത്തെ പരിത്യജിക്കാൻ ആരെങ്കിലും പറയും? പിന്നെ ഭഗവാൻ എന്തിനാ ധർമ്മത്തെ ത്യജിക്കാൻ പറയുന്നത്? ഈ ദേഹത്തിൻ്റെ ധർമ്മത്തെ മറക്കാം. ഞാൻ ഹിന്ദുവാ, മുസ്ലിമാ, ക്രിസ്ത്യനാ, ഇന്ത്യനാ, ഫോറിനറാ, ഞാൻ മലയാളിയാ, തമിഴനാ, ഞാൻ ചെറുതാ വലുതാ, ഞാൻ ഓഫീസറാ, ഇവൻ പ്യൂണാ, ചെറുതും വലുതും എന്നുള്ള ഈ ദേഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാറ്റിനെയും മറന്നിട്ട് ഇതൊന്നുമല്ല ഞാൻ, ഐ എം ജസ്റ്റ് എ ഡോട്ട്, ഞാൻ അതിസൂക്ഷ്മമായിട്ടുള്ള ജ്യോതി. അതാണ് ഋഷികൾ പറഞ്ഞത്, തമസോമ ജ്യോതിർഗമയ. ആ വെളിച്ചകത്ത് വരുമ്പോൾ ഇരുട്ടില്ലാണ്ടാവും. ഇതൊക്കെ നീ വേറെ ഞാൻ വേറെ എന്നുള്ള ഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജ്ഞാനം തന്നെയാണ് നമ്മളെ ശരിക്കും ഭക്തി ചെയ്യാൻ പഠിപ്പിക്കുന്നത് അല്ലേ. ജ്ഞാനമില്ലാത്ത ഭക്തിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഭക്തന്മാരും ആൾക്കാരും പറയുന്നത് നിങ്ങളുടെ അന്ധവിശ്വാസമാണ് ചിലരൊക്കെ പറയാറുണ്ട്. ജ്ഞാനമില്ലാത്ത ഭക്തി ആയതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ജ്ഞാനത്തിൻ്റെ ആധാരത്തിലാണെങ്കിൽ ഭക്തി ഇല്ലാത്തവർക്കും ഭക്തിയുടെ വില മനസ്സിലാവും, എന്നുവെച്ചാൽ മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ ജ്ഞാനമില്ലാണ്ടുള്ള ഭക്തി ആകുമ്പം വെറുതെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുണ്ടെന്നല്ലാണ്ട് കർമ്മത്തിൽ വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഇല്ലാണ്ടാകുമ്പം ആൾക്കാർ പരിഹസിക്കും ഭക്തിയെ. പക്ഷേ ജ്ഞാനത്തിൻ്റെ ആധാരത്തിലാകുമ്പം ഫൗണ്ടേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ പരിവർത്തനം ഉണ്ടാവും. ഇരുട്ട് പോകും, വെളിച്ചമകത്ത് വരുമ്പം ഇരുട്ട് താനേ ഇല്ലാണ്ടാവും. അതിനാണ് വിളക്കൊളുത്ത് വയ്ക്കാൻ പറഞ്ഞത്. ഈ അന്ധത ഇല്ലാണ്ടാവാനായിട്ട് ആദ്യം. അതുകൊണ്ടാണ് ഏത് മന്ത്രങ്ങൾ പറയുമ്പോൾ ഓം നമ ശിവായ, ഓം നമോ നാരായണ, ഓം അച്യുതായ നമഃ, ഓം അനന്തായ നമഃ എന്ന് പറയും. ഓം അഹം ആത്മ ശിവനെ നമിക്കുന്നു, അഹം ആത്മ ശ്രീനാരായണനെ നമിക്കുന്നു. ആത്മബോധത്തിൽ എന്നിട്ട് വേണം ഈശ്വരനെ ഓർമ്മിക്കാനായിട്ട്. അതാണ് എല്ലാറ്റിനും ഒരു വിധിയുണ്ടല്ലോ. ആ ഒരു ചോറ് വെക്കണമെങ്കിൽ പോലും ഒരു വിധിയില്ലേ. ഒരു വിത്ത് വിതയ്ക്കണമെങ്കിലും ആദ്യം നില ഉഴുതിട്ട് വേണ്ടേ വിത്ത് വിതയ്ക്കാൻ. അങ്ങനെ വെറുതെ കൊണ്ടുപോയിട്ടിട്ടാൽ നല്ല ഫലം കിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഓർമ്മിക്കാൻ ഒരു വിധിയുണ്ട്. ആ വിധിയാണ് ആദ്യം സ്വയത്തെ, ഈ ചെറുതല്ല വലുതല്ല കറുപ്പല്ല വെളുപ്പല്ല മലയാളിയല്ല തമിഴിനല്ല, ഞാൻ ആത്മാവാണ്. ആദ്യം സ്വയത്തെക്കുറിച്ച്. അതുകൊണ്ട് ഗീത ഇടയ്ക്കിടയ്ക്ക് ഹേ അർജുന ആത്മാഭിമാനി ഭവ, ആത്മബോധത്തിലേക്ക് വരാനായിട്ട് പല പ്രാവശ്യം ആവശ്യപ്പെടുന്നത് കൊണ്ടാണ്. അതാണ് മതത്തിലും ആധ്യാത്മികത്തിലെ വ്യത്യാസം. മതത്തിൽ അല്ലെങ്കിൽ ജ്ഞാനത്തിൽ ഫൗണ്ടേഷൻ ഉണ്ട്. ഞാൻ ആദ്യം തന്നെത്താൻ അറിയാം, പിന്നെ വേണം ഈശ്വരനെ ഓർമ്മിക്കാനായിട്ട്. അപ്പോഴവിടെ ജ്ഞാനം ഉറയ്ക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജ്ഞാനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾക്ക് അത് അന്ധമായിട്ടുള്ളൊരു വിശ്വാസമായിരിക്കും. ഞാൻ അറിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത വായിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വേദങ്ങൾ വായിക്കുകയാണെങ്കിലും നമുക്ക് യഥാർത്ഥ രഹസ്യം പിടികിട്ടും. ദേഹം എന്നുള്ള ബോധത്തിൽ വായിക്കുമ്പം ഈശ്വരൻ എന്താണ് നമ്മളുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നത്, ആചാര്യന്മാർ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഭക്തിയുടെ വലിയൊരു ഭാഗമായിട്ടുള്ള പാരായണങ്ങളൊക്കെ എത്രയോ പാരായണങ്ങൾ നടക്കുമ്പോഴും അത് കേൾക്കുന്നവർ ധാരാളം വലിയൊരു ഗ്രൂപ്പ് ഇപ്പോൾ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. പക്ഷെ എന്നാലും ചില പരാതികൾ അവസാനിക്കാതെ വരുന്നത് ഈ അവിടെ നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നില്ല. സിസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ ഏത് രീതിയിലിരുന്നുകൊണ്ട് കേൾക്കണം, ഏത് മനോഭാവത്തോടെ. അപ്പോൾ കേൾക്കാനൊരു പ്രിപ്പറേഷൻ വേണം, അതിനും ഒരു തയ്യാറെടുപ്പ് വേണം. അതേപോലെ ഈ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അന്തരാർത്ഥം മനസ്സിലാക്കണം. ഇപ്പോൾ പൊട്ട് തൊടുന്നത് തന്നെ
പണ്ട് കാലത്തൊക്കെ ഓം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചന്ദനം തൊട്, കുങ്കുമം തൊട് ഒക്കെ ചെയ്യുന്നതായിരുന്നു. ഞാൻ ആത്മാവാണെന്നുള്ള ബോധം രാവിലെ തന്നെ നമ്മൾ കുളിച്ചിട്ട് നമ്മളുള്ള ആ ബോധം ഉറപ്പിക്കാം. എന്നിട്ട് വേണം പകൽ മുഴുവനുള്ള എല്ലാ കർമ്മവും ചെയ്യാനായിട്ട്. അപ്പം ആത്മബോധത്തിലേക്ക് വരുമ്പം ഇവരും ആത്മാവാണ്. എല്ലാവരുടെയും പൊട്ട് കാണുമ്പം ഇവരും ആത്മാ, എല്ലാവരും ആത്മാവായിട്ട് കാണുമ്പോൾ സമദൃഷ്ടി സമഭാവന ഉണ്ടാവും. പറഞ്ഞപ്പോഴാണ് ഒരു അമ്പലത്തിൽ നമ്മൾ പോകുമ്പോഴും നമ്മൾ വസ്ത്രം മാറ്റിയിട്ട് പോകണം അല്ലേ? ഈ ശരീരമാകുന്ന വസ്ത്രം മാറ്റണം. ചെരുപ്പ് ഊരിയിട്ടിട്ടല്ലേ പോകുന്നത്. ചെരുപ്പ് എന്താ, ഈ തൊലി കൊണ്ടല്ലേ. ഇന്നാണല്ലോ പ്ലാസ്റ്റിക്കും റെസിനും കൊണ്ടൊക്കെ ചെരുപ്പ് ഉണ്ടാക്കുന്നത്. പണ്ട് മൃഗങ്ങളുടെ തൊലി കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്. ഈ തൊലി മാറ്റിയിട്ട് ഞാൻ ആത്മാവെന്നുള്ള ബോധത്തിൽ വേണം അമ്പലത്തിലേക്ക് കിടക്കാനായിട്ട്. സോ ഈശ്വരനെ അറിയണമെങ്കിൽ, ഈശ്വരന് സത്യമായിട്ടുള്ള പ്രാപ്തികൾ നമുക്ക് ലഭിക്കണമെങ്കിൽ, ഭക്തി കൊണ്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനൊരു വിധിയുണ്ട്. അതാണ് ആദ്യം സ്വയത്തെ ആത്മാവ് മനസ്സിലാക്കാം. അപ്പോഴേ ഈശ്വരനും ആരാണ്, എന്താണ്, എങ്ങനെയുള്ളതാണ് എന്നറിയാൻ പറ്റും. ഞാൻ ആത്മാവായതുകൊണ്ട് ആത്മാ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ആ പ്ലസ് തമസ് എന്നാണ്. തമസ് അല്ലാത്തത് പ്രകാശം, വെളിച്ചം. സൂര്യപ്രകാശം പോലെയോ ട്യൂബ്ലൈറ്റിൻ്റെ പ്രകാശം പോലെയോ വിളക്കൊടുത്ത് വെച്ച പ്രകാശം പോലത്തെ ഒരു പ്രകാശമല്ല. ആത്മാവാകുന്ന പ്രകാശത്തിന് ചിന്തിക്കാനും വിവേചിക്കാനും നിർണ്ണയിക്കാനും തീരുമാനിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അതിനെ ചൈതന്യം എന്ന് പറയുന്നത്. ജഡവസ്തുക്കൾക്കൊന്നും ഈ കഴിവില്ല, ഈ ദേഹത്തിനും കഴിവില്ല. ഡെഡ് ബോഡിക്ക് ആരെങ്കിലും ഇത്രയും പേര് കരയെ ദുഃഖിക്കുകയോ ചെയ്താൽ അതിനൊരു ഫീലിങ്സും ഇല്ല. അതുകൊണ്ട് ആത്മാവിന് ഈ ചിന്തകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഓം എന്ന് പറയുമ്പോൾ ഇത് ആചരണം എന്നാണ്, ഇത് ഉച്ചാരണം, സംസാരം എന്നർത്ഥം. ഇത് ചിന്തിക്കാനുള്ള കഴിവ്, മനസ്സ്. ആചരണം പ്ലസ് ഉച്ചാരണം പ്ലസ് മനസ്സ്, ഈ 3 കഴിവുള്ള പ്രകാശമാണ് ഞാൻ. അതുകൊണ്ട് ദിവസവും രാവിലെ പൊട്ട് തൊടുമ്പോൾ തന്നെ ചന്ദനം കുറിയിടുമ്പോഴോ അല്ലെങ്കിൽ തിലകിടുമ്പോഴോ ഞാൻ ആത്മാവാണെന്നുള്ള ബോധം ഉള്ളിലേക്ക് ഉറയ്ക്കുക. വിളക്ക് കൊളുത്തുമ്പോഴും ആധ്യാത്മിക രഹസ്യത്തിൻ്റെ ആവർത്തനമാണ്. ഗുരു ഒരു മന്ത്രം പറഞ്ഞു കൊടുത്താൽ ശിഷ്യൻ പലവട്ടം അത് ജപിക്കും. രാമായണം നമുക്ക് എല്ലാം അറിയാം, എന്നാലും എന്തിനാ എല്ലാ വർഷവും രാമായണ മാസം ആചരിച്ചിട്ട് രാമായണം വായിക്കുന്നത്? എത്ര ആവർത്തി നമ്മളത് വായിക്കുന്നു, എത്ര ആവർത്തി അത് നമ്മൾ മനനം ചെയ്തു, അത്രയും ആഴങ്ങളിലേക്ക് പോകാൻ പറ്റും. അതുപോലെ ദിവസവും നമ്മൾ ആത്മബോധത്തിൽ കുറിതൊടുമ്പോൾ നമുക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് ആഴങ്ങൾ, രഹസ്യങ്ങൾ പിടികിട്ടും. അപ്പോൾ ശരിക്കും ഈ ഒരു നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളുടെ പിന്നിലുള്ള തത്വങ്ങളെ മനസ്സിലാക്കി ചെയ്യുന്നതാണ് ശരിക്കും. പറയാറുണ്ട്, തെറ്റാണെങ്കിൽ അറിയാണ്ട് ചെയ്താൽ വലിയ കുഴപ്പമില്ല എന്ന് പറയും. അതേപോലെ ശരിയും അറിയാണ്ട് ചെയ്താൽ വലിയ നേട്ടമില്ല. അറിഞ്ഞ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഉപവാസം വെച്ചാൽ വെറുതെ പട്ടിണിരിക്കലല്ല ഉപവാസം. ഉപം വെച്ചാൽ മുകളിൽ നിർത്തം, ഉപരി എന്നൊക്കെ പറയില്ല. ഉപ്പ് പറഞ്ഞ് ഹിന്ദിയിൽ സംസ്കൃതത്തിലൊക്കെ പറയും മുകളിൽ. ഉപവാസം വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയെ ശ്രേഷ്ഠമായിട്ടുള്ളൊരവസ്ഥയിൽ വയ്ക്കുക. ഞാൻ ഈശ്വരൻ്റെ സന്താനമാണ്. ഈ സൃഷ്ടിയിൽ പുണ്യം സമ്പാദിക്കാൻ വേണ്ടി ഞാൻ വന്നത്. വെറും കൈയുടെ വന്നത്, പക്ഷെ വെറും കൈയിലല്ലേ പോകണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൈ നിറച്ച് പുണ്യം കൊണ്ടുപോകണം. അങ്ങനെ ശ്രേഷ്ഠമായിട്ടുള്ള, അതുകൊണ്ട് ഓരോ കർമ്മവും പുണ്യകർമ്മമാക്കണം. ആ ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുക, അതാണ് ഉപവാസം. അല്ല ഉപം വെച്ചാൽ അരികത്ത് എന്ന് പറയും. ഉപപ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി എന്നൊക്കെ പറയില്ലേ. ഈശ്വരൻ്റെ അരികത്ത് വസിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഭഗവാന്റെ തൊട്ടടുത്തായിരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ ഉണ്ടാവുമല്ലോ. ഇപ്പം എന്നെ ഒരാൾ നോക്കാനുണ്ട്, എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നടത്തത്തിലൊരു അറ്റൻഷൻ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഈശ്വരൻ അടുത്ത് ആഹാരം കഴിക്കാതിരിക്കുന്നതൊന്നും ഉപവാസം ആവുന്നില്ല. അപ്പോൾ ജീവിതം അങ്ങനെ ജീവിക്കണം. മരിച്ചതിന് ശേഷം ഭഗവാന്റെ അടുത്ത് പോകാൻ സാധിക്കണം. നമ്മുടെ വീട്ടിലൊരു ജോലിക്ക് ഒരാളെ വെക്കുമ്പോൾ പോലും നമ്മൾ എന്തെല്ലാം നോക്കാറുണ്ട്? നുണ പറയരുത്, മോഷ്ടിക്കരുത്, വൃത്തിയും വെടുപ്പും വേണം എന്നൊക്കെ നോക്കില്ലേ? അപ്പോൾ ഭഗവാന്റെ അടുത്ത് അങ്ങനെ എല്ലാവർക്കും പോകാൻ പറ്റും. കുറച്ച് യോഗ്യത വേണ്ടേ? അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ആ യോഗ്യതകൾ ധാരണ ചെയ്ത് അതിനെ ഉറപ്പിക്കുക. അപ്പോൾ മരിച്ചതിന് ശേഷം അവിടെ എത്താൻ പറ്റും. ആ രീതിയിൽ ജീവിക്കുന്നതിനാണ് ഉപവാസം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സിസ്റ്റർ, നമ്മൾ ഈ മൂല്യങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ജ്ഞാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭക്തിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ ജീവിതം അല്ലേ മൂല്യമുള്ളതായിട്ട് മാറുന്നു. എനിക്ക് തോന്നുന്നു ഇത് വളരെ വലിയൊരു, കാരണം നമ്മുടെ പ്രേക്ഷകർ അധികം പേരും പ്രത്യേകിച്ച് ആധ്യാത്മിക പരിപാടികൾ വീക്ഷിക്കുന്നവർ എന്തായാലും ഭക്തി, പൂജ, അർച്ചന അങ്ങനെയുള്ള ആത്മീയ സാധനകൾ ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു തലം ജ്ഞാനത്തിൽ നിന്നുകൊണ്ട്, ജ്ഞാനത്തെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ ഉള്ളിലുള്ള രഹസ്യത്തെ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ജീവിതം മൂല്യമുള്ളതാകുന്നു. അങ്ങനെ മൂല്യവത്തായ ജീവിതം ജീവിക്കാൻ സാധിക്കുമെന്ന ഉൾക്കാഴ്ച തന്നെ വളരെയധികം നമ്മളെ ജീവിതത്തിൽ സഹായിക്കും. ഇത്രയും സമയം ഈ വളരെ ആഴമേറിയ രഹസ്യങ്ങളിലൂടെ ഞങ്ങളെ കൊണ്ടുപോയതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഓം ശാന്തി. ഭക്തി എന്താണ്, ജ്ഞാനം എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുകയാണ്. ഭക്തി അതിൻ്റേതായ
രീതിയിൽ അതിൻ്റേതായ ചിട്ടയിൽ നമുക്ക് ചെയ്യണം. എന്നാൽ അതിന് ജ്ഞാനത്തിൻ്റെ പിൻബലമുണ്ടായിരിക്കണം. കേവലം ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഒരിക്കലും ഭക്തിയാവുന്നില്ല. അങ്ങനെയുള്ള ആചാരങ്ങൾ അത് നവവിധമായാലും നമ്മളെ ജീവിതത്തിൽ മൂല്യവാനാക്കുന്നില്ല. അത് നമ്മളിന്ന് കണ്ടുവരുന്നു. ഉത്സവങ്ങളുടെ എണ്ണം കൂടുന്നു, അമ്പലങ്ങളുടെ എണ്ണം കൂടുന്നു, ജീവിതത്തിൻ്റെ ഗുണനിലവാരം കുറഞ്ഞു വരുന്നു. ഇവിടെ നമുക്ക് ശക്തി ആവശ്യമാണ്. അത് ജ്ഞാനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈശ്വരനുമായി ശരിയായൊരു ബന്ധം രൂപീകരിച്ചെടുക്കുമ്പോൾ നമുക്ക് ജീവിതത്തെ ശക്തമാക്കാം, മൂല്യമുള്ളതാക്കാം. അങ്ങനെ യഥാർത്ഥ ഭക്തി ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. യഥാർത്ഥ ഭക്തി വളരെ കൃത്യമാണ്. അത് എങ്ങനെയാണോ ശാസ്ത്രം പലതും കൂട്ടിച്ചേർത്ത് നല്ല വസ്തുക്കൾ ഉണ്ടാക്കുന്നത്, അതുപോലെ കൃത്യമായ ഒരു ശാസ്ത്രം തന്നെയാണ് എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ തെളിയിക്കാൻ സാധിക്കും. ഇന്ന് നമുക്കത് സാധിക്കാത്തത് പുറം മൂടിയിലുള്ള അല്ലെങ്കിൽ പുറമേയുള്ള ആചാരങ്ങളിൽ മാത്രം നമ്മൾ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ്. നമുക്കിന്ന് മനസ്സിലായി, നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ലക്ഷ്യം പലപ്പോഴും ഭൗതികമായ നേട്ടങ്ങളാണ്. അവിടെയാണ് നമുക്ക് പ്രശ്നമുണ്ടാകുന്നത്. ശ്രദ്ധ ഈശ്വരനിൽ ഏകാഗ്രമാകുമ്പോൾ ഭൗതിക നേട്ടങ്ങൾ നമ്മെ പിന്തുടരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. യഥാർത്ഥ ഭക്തിയിൽ കൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും ലോകത്തിൽ തന്നെയും ഒരു മാറ്റമുണ്ടാക്കാം. ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം തുടരണം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം